ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡില് ആദിലയുടെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ആദില എന്താണ് ഏതാണ് എന്ന് പുറത്തേക്ക് എക്സ്പോസ് ആവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. റിയാസിന്റെ വരവിൽ ആകെ പണി കിട്ടിയത് എന്ന് പറയാൻ പറ്റുന്നത് ആദിലയ്ക്കാണ്. പിന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി ആദില യഥാർത്ഥത്തിൽ എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ ഒരു ഫൈറ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. റിയാസും ഷാനവാസും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നത്തില് ആദില ഇടപെടുന്നുണ്ട്. എന്നിട്ട് അനീഷ് ഷാനവാസും കൂടി ആ ഒരു ചൂലെടുത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പോയപ്പോ ആദില പോയി അത് തട്ടി മാറ്റിയൊക്കെ ഇടുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ കൂട്ടി വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ എടുത്ത് പോയി മാറ്റിയൊക്കെ ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവർക്ക് വേറെ എക്സ്ട്രാ പണി കൊടുക്കാനായിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വൃത്തികേട് എന്ന് അനീഷിനെ വിളിക്കുന്നുണ്ട്. ഈ കൂടെയുള്ള വൃത്തികേടിനെ ആണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരെന്തോ ഷാനവാസ് എന്തോ തമാശ പറഞ്ഞപ്പോ കൂടെയുള്ള വൃത്തികേടാണോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അനീഷിനെ വൃത്തികേട് എന്ന് വിളിച്ചു. വൃത്തികെട്ടവൻ എന്ന് പോലും അല്ല, വൃത്തികേട് എന്ന് വിളിച്ചു. അപ്പൊ അത് എനിക്ക് അത്ര നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. ശരിക്കും ഒരു ഹോട്ടൽ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വേണേലും ഈ ഓണർ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് നിൽക്കാം. ഒന്നെങ്കിൽ ജീവനക്കാരുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ ഗസ്റ്റിന്റെ കൂടെ നിൽക്കാം. ഗസ്റ്റിന് ഇത്രയും താങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജീവനക്കാർ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്ന ഓണേഴ്സും ഉണ്ട് ഈ ലോകത്ത്. അപ്പോ ഗസ്റ്റിനെ ഇത്രയും താങ്ങി, ഗസ്റ്റിനെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ജീവനക്കാർക്ക് എതിരാകുന്ന ഒരു ഓണറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം, ഈ ആട്ടും തുപ്പും കേട്ട് ഓരോ ജോലി സ്ഥലത്തും ഒരുപാട് ബുള്ളിങ്ങും ഒക്കെ നേരിടുന്ന ഒരുപാട് ഹോട്ടൽ റൂം ബോയ്സ് ഈ ലോകത്തുണ്ട്. അവർക്കൊക്കെ വേണ്ടിയുള്ള, അന്യരാജ്യത്തും ഇവിടെയും അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന് വേണമെങ്കിൽ ഒരു ടാസ്കിനെ നമുക്ക് കണക്കാക്കാം കേട്ടോ. അവരൊക്കെ എന്തുമാത്രം അഹങ്കാരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ശരിക്കും മനസ്സിലാവും. അടിമപ്പണി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പ്രാചീന കാലത്തെ അടിമപ്പണി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ സെയിം സംഭവമാണ് നമ്മൾ കണ്ടത് ഇന്നലത്തെ ടാസ്കിനകത്ത്, ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിനകത്ത്.